തുടർച്ചയായ 6ാം ദിവസവും ആക്രമണം കടുപ്പിച്ച് ഇറാനും ഇസ്രയേലും. അസർബൈജാനിലും ആക്രമണം നടത്തിയ ഇറാൻ വിമാനത്താവളത്തിൽ മിസൈലുകൾ വീണ് 2 പേർക്ക് പരിക്കേറ്റു. കുവൈറ്റിലെ എണ്ണ ടാങ്കറിന് നേരെയും ആക്രമണമുണ്ടായി. വിനയ, തുടർച്ചയായ 6ാം ദിവസവും ഇപ്പോൾ ആക്രമണം കടുത്തിരിക്കുകയാണ്. ഇറാനും ഇസ്രയേലും ഇപ്പോൾ തുടർച്ചയായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അസർബൈജാനിലും ഇപ്പോൾ ആക്രമണം നടത്തിയതൊരു വിവരമാണ് പുറത്തു വരുന്നത്. വിമാനത്താവളത്തിൽ മിസൈലുകൾ വീണ് 2 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? യുദ്ധം തുടങ്ങിയ 6ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് അയവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധിയായിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം തന്നെ പതിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ ദോഹയിലടക്കം തന്നെ ഇപ്പോഴും ഈ ആക്രമണങ്ങൾ തുടരുകയാണ്. ദോഹയിൽ ഈ ദോഹ നഗരത്തിന്റെ മധ്യഭാഗത്തായി തുടർച്ചയായിട്ടുള്ള സ്ഫോടനങ്ങൾ കേൾക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങളടക്കം തന്നെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ ബഹ്റാനിലടക്കം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഡ്രോൺ അപകടത്തിൽ ഇറാൻ കൂടാതെ തന്നെ ഈ അസർബൈജാനിലും സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഖത്തറിലേക്ക് 1ലധികം സ്ഫോടനങ്ങൾ ഖത്തർ തലസ്ഥാനമായിട്ടുള്ള ദോഹയ്ക്ക് മുകളിലൂടെ നിരവധിയായിട്ടുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്നും മാധ്യമങ്ങളടക്കം വ്യക്തമാക്കുന്നുണ്ട്. ഈ അസർബൈജാനിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച നിരവധി ഡ്രോണുകൾ തങ്ങളുടെ പ്രദേശത്ത് പതിച്ചതായി അസർബൈജാൻ വിദേശകാര്യ മന്ത്രാലയം അയച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു ആക്രമണം നടക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നതെന്ന് റഷ്യ വ്യക്തമാക്കുന്നുണ്ട്. ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ റഷ്യ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. ഇറാനെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുകയാണ്. ഈ അറബ് രാജ്യങ്ങളിലേക്കടക്കം തന്നെ ആക്രമണം നടത്തുന്നതിന് ഇറാനെ പ്രകോപിപ്പിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്നതെന്നാണ് റഷ്യ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതേസമയം തന്നെ ഈ നിരവധിയായിട്ടുള്ള ഡസൻ കണക്കിന് ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും നശിപ്പിച്ചതായി ബഹ്റൈൻ വ്യക്തമാക്കുന്നുണ്ട്. ബഹ്റൈനിലേക്ക് അടക്കം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഡസൻ കണക്കിന് മിസൈലുകളും ഡ്രോണുകളും തങ്ങൾ നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ബഹ്റൈൻ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതേസമയം തന്നെ ഈ ഡ്രോൺ അപകടത്തിൽ ഇറാൻ അംബാസിഡറെ വിളിച്ച് അസർബൈജാനിലേക്ക് ഈ ആക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ ഇറാൻ അംബാസിഡറെ വിളിച്ച് സംസാരിച്ചു എന്ന് അസർബൈജാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ദിവസേന നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇറാന്റെ ഒരു യുദ്ധക്കപ്പൽ അമേരിക്ക തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ 87 മൃതദേഹങ്ങൾ കണ്ടെത്തുകയും 37 പേരെ ലക്ഷ്യച്ചെന്ന് ലങ്കൻ നാവികസേന അടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ വിമർശനമായി വിവിധ രാജ്യങ്ങൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ അമേരിക്കൻ യുദ്ധക്കപ്പൽ മുക്കിയതിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഇറാൻ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്ക കഠിനമായി ഖേദിക്കേണ്ടി വരുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ അതിഥിയായി പോയ കപ്പൽ, ആ കപ്പലാണ് അമേരിക്ക തകർത്തിട്ടുണ്ടായിരുന്നത്, മുന്നറിയിപ്പില്ലാതെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇറാൻ അതിന് മറുപടി നൽകേണ്ടി വരും, അമേരിക്ക അതിന് മറുപടി നൽകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് അടക്കം തന്നെ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. അതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇന്ത്യയിലേക്ക് അതിഥിയായി വന്നൊരു കപ്പലിനെ സംരക്ഷിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഈ അമേരിക്ക ഈ കപ്പൽ തകർക്കും എന്ന് ഇന്ത്യക്ക് അറിയില്ലായിരുന്നോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യം. ഈ അതിഥിയെ വിളിച്ചു വരുത്തി അപമാനിച്ചു, ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന നയം നാണക്കേടാണെന്നും ഈ കോൺഗ്രസ് വിമർശിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം, ആ യുദ്ധത്തിന്റെ 6ാം ദിവസമാകുമ്പോഴും അയവില്ലാതെ യുദ്ധം തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇറാൻ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായും ആക്രമണം നടത്തുന്നത്. ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്കില്ല, അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് തങ്ങൾ എത്തില്ല, ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇതിനോടകം തന്നെ ഇറാൻ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും വ്യക്തമാക്കുന്ന
ഒരു സാഹചര്യം അടക്കമുണ്ട്. ഇതിനോടകം തന്നെ ഇറാനിൽ 1100 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 1100-ലധികം മരണം ഇപ്പോൾ ഇതിനോടകം തന്നെ ഇറാനിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുന്നുണ്ട് എന്നടക്കമുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും യുദ്ധം തുടങ്ങിയ ആറാം ദിവസത്തിലും അയവില്ലാതെ തന്നെ യുദ്ധം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് 6 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാനും ഇസ്രയേലും. കഴിഞ്ഞ ദിവസം ഐറിസ്-തേന എന്നൊരു ഇറാന്റെ കപ്പലിനെ അമേരിക്ക ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിത് അസർബൈജാനിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. വിമാനത്താവളത്തിൽ മിസൈലുകൾ വീണ് 2 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിലെ എണ്ണ ടാങ്കറിന് നേരെയും ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുകയാണ്. സംഘർഷം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.